മഹാബലിമംഗലം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ തന്ത്രി കൊടകരാഴകത്തുമണിക്കൽ ശ്രീജേഷ് നമ്പൂതിരി, അനിയൻ നമ്പൂതിരി, മേൽശാന്തി നന്ദിക്കര നടുവത്തുമണിക്കൽ കൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി ഞാൻ മുരളീധരൻ മധുക്കാരുമുക്കൽ നെല്ലായി. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ ആണ്ടുത്സവം. മകരമാസത്തിൽ പുണർദം കൊടിയേറിയ 6 ദിവസം ആഘോഷത്തോടെ ആഘോഷിക്കുന്നു ഉത്സവം. ഇതിലെ എല്ലാ മാസത്തിലെയും തിരുവോണം നക്ഷത്രം വിശേഷമാണ്. പായസ നിവേദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇവിടെ. എല്ലാവിധ ആഘോഷവിശേഷങ്ങളും മഹാനവമി, വിഷു, പ്രതിഷ്ഠാദിനം, മീനമാസത്തിൽ ചിത്തിര നക്ഷത്രം പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നു. ദ്രവ്യകർഷത്തോടുകൂടി ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ കഴകം ആലത്തൂർ പിഷാരത്തെ അച്യുത പിഷാരുടെയാണ് ഈ ക്ഷേത്രത്തിലെ കഴകം നിർവഹിക്കുന്നത്. നല്ലൊരു ഭരണസമിതിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള നല്ലൊരു ഭരണസമിതി ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. ബ്രഹ്മരക്ഷസ് ഉപദേവന്മാരായി ശിവൻ, പാർവതി, ഗണപതി, ശാസ്താവ്. ശിവപാർവതിയുടെ സ്വയംവര പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പുരുഷനായാലും സ്ത്രീക്കായാലും സ്വയംവര പൂജയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് മഹാബലിമംഗലം ക്ഷേത്രം. കാരണം ശിവനും പാർവതിയും ഒരേ പീഠത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ ബലിതർപ്പണം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ടകാര്യത്തിനായി പായസത്തിന് വേദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. എല്ലാ മാസത്തിലെയും തിരുവോണ നക്ഷത്രം വളരെയധികം വിശേഷപ്പെട്ടതാണ്. രാവിലെ 10 മണിക്കാണ് നിവേദ്യം. അത് കഴിഞ്ഞാൽ പ്രസാദകൂട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എല്ലാ മാസത്തിലെ തിരുവോണത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാനിവിടെ മഹാബലിമംഗലം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റാണ്. ഇത് വന്നിട്ട് മഹാമുനി ആണ്, മഹാമുനി മംഗലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് ഈ മഹാവിഷ്ണു വിഗ്രഹം വന്നിട്ട് പുഴയിൽ നിന്ന് മഹാമുനിമാർ മണലെടുത്ത് മണലിലാണ് ആദ്യം ഈ വിഗ്രഹമൊക്കെ തീർത്തത്. പിന്നീടാണത് കരിങ്കല്ലിലേക്ക് മാറ്റി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ഭഗവാന്റെ ഇഷ്ട നിവേദ്യമായ പാൽപ്പായസം ആളുകളുടെ ഭക്ത എന്തെങ്കിലും സാഫല്യം പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇവിടെ ഒരു പന്തീരാഴി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. 12 കുടം പാലുകൊണ്ട് പാൽപ്പായസം കഴിക്കുന്ന ഒരു ആളുകൾ നേർന്നിട്ട് അത് വഴിപാടായിട്ട് കഴിച്ച് പ്രധാനമായിട്ട് കുട്ടികൾക്കാണ് അധികം അത് വിതരണം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ എല്ലാ മലയാള മാസം ആദ്യത്തെ വ്യാഴാഴ്ച ഇവിടെ അപ്പം നിവേദ്യം ഉണ്ടായിരിക്കും. മറ്റുള്ള ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഇതെന്നാണെങ്കിൽ ഇവിടെ സ്വയംവര പൂജ നടത്തി കഴിഞ്ഞാൽ കന്യകൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉടനെ തന്നെ വിവാഹം ഇവിടെ നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത വൈലൂർ എന്ന സ്ഥലത്ത് മഹാദേവൻ്റെ ആറാട്ട് ഇവിടെയാണ് നടക്കാറുള്ളത്. ഈ ആറാട്ടുകടവിലാണ് നടക്കാറുള്ളത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകത എന്താണെങ്കിൽ വൈലൂർ മഹാദേവൻ്റെ തിടമ്പ് ഇവിടെ ഇറക്കി പൂജ നടത്തി നിവേദ്യം സ്വീകരിച്ചിട്ടാണ് വൈലൂരപ്പൻ ആറാട്ട് കഴിഞ്ഞിട്ട് വൈലൂരിലേക്ക് മടങ്ങുന്നത്. ഇത് മറ്റൊരു അമ്പലത്തിലില്ലാത്തൊരു പ്രത്യേകതയാണ്.
വാണിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വേറൊരു പ്രതിഷ്ഠയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു അമ്പലമാണ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ. ഇവിടെ എല്ലാ ധനുമാസത്തും 30 ശനിയാഴ്ച ശാസ്താവിന് അഭിഷേകവും അഷ്ടാഭിഷേകവും മറ്റു പൂജകളും ശാസ്താപ്രീതി മാതിരി നടത്തുന്നതാണ്. അതുകൂടാണ്ട് മണ്ഡലകാലം മുഴുവൻ 41 ദിവസം വിശേഷ നിർമ്മാലകളും ചുറ്റുവിളക്കും പൂജകളും ശാസ്താവിൻ്റെ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ജനുവരിയിലോ ഫെബ്രുവരിയിലോ, അതായത് മകരമാസം പുണർദം നക്ഷത്രം എന്നാണ് വരുന്നത്, അന്ന് കൊടികയേറി 6 ദിവസത്തേക്ക് ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. 6-ാം ദിവസം ആറാട്ട്, അതിന് തലേ ദിവസം പള്ളിവേട്ട ഉണ്ടാവും. പള്ളിവേട്ടയ്ക്ക് പുറമേ എഴുന്നള്ളിച്ച് ദീപ കാഴ്ചകളുണ്ടാവും. പഞ്ചവാദ്യം മറ്റ് പരിപാടികൾ എല്ലാവരും കൂടി ഭംഗിയായിട്ട് നടത്തുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. വൈകുന്നേരം കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, അല്ലെങ്കിൽ ഡാൻസ്, കുട്ടികളുടെ പാട്ട്, ഇങ്ങനെ